വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു രസകരമായ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് കിട്ടുകയുണ്ടായി. ക്ഷണക്കത്തെന്ന് പറയുന്നത് നേരിട്ട് അവനെന്നെ ക്ഷണിച്ചതാണ്. അച്ഛാ, എൻ്റെ വിവാഹമാണ്, വരണം. അപ്പം ഞാൻ ചോദിച്ചു, എന്നാണ് വിവാഹം? അപ്പം ഞാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛാ. ഞാൻ പറഞ്ഞ്, പെൺകുട്ടി എവിടെ നിന്നാണ്? അത് ശരിയായിട്ടില്ല. കണ്ടോ നീ അവളെ? ഇല്ല അച്ഛാ, കണ്ടിട്ടില്ല. പെൺകുട്ടിയെ കണ്ടിട്ടില്ല, പെൺകുട്ടി എവിടത്തെ കാര്യത്തിയാണെന്ന് അറിയത്തില്ല, പെൺകുട്ടിയെപ്പറ്റി ഒരറിവില്ല, വിവാഹത്തിൻ്റെ ദിവസം തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് എന്നെ അവൻ വിവാഹത്തിന് ക്ഷണിക്കാൻ. ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ എന്നെ കളിയാക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ചാച്ചാ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു ജീവിത പങ്കാളി, എന്തായാലും ഒരു ജീവിത പങ്കാളി എൻ്റെ അടുത്തേക്ക് വരും, അതെനിക്കറിയാം. ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരു ജീവിത പങ്കാളിയെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല അച്ഛൻ. അതുകൊണ്ട് ഞാൻ ഒരു ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ക്രമീകരിച്ചതാണ്. എന്നിട്ട് അവൻ പറഞ്ഞ ആ ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ 500 ദിവ്യബലി, 1000 ജപമാല, 2500 കരുണക്കൊന്ത്, ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. അത് ഇന്നലെയാണ് തീർന്നത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നത്. അധികം താമസിയാതെ തന്നെ, എനിക്കൊരു 2 മാസം കഴിഞ്ഞില്ല, ഇവനിത് പറഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞില്ല, അവനെന്നെ ശരിക്കും വിവാഹത്തിന് ക്ഷണിക്കുകയായിരുന്നു. ആ വിവാഹത്തിന് ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക അനുഭവം എന്ന് പറയുന്നത് അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചുറ്റുപാടും ജീവിക്കുന്ന ചില വ്യക്തികൾ നമുക്ക് ചില കാര്യങ്ങൾ, പണ്ടെങ്ങോ നിലനിന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ അത് ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും കൊണ്ടുവരികയാണ്.